ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച. നമ്മളിന്ന് ഒന്നാം വായനയായിട്ട് വായിച്ചു കേൾക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 49 അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഈ ഭാഗം അവസാനിക്കുന്ന വരി, ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും, ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്തിന്റെ പ്രകാശമായ സഹനദാസനായ യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. നമ്മൾ പ്രതിഫല സംഘത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നതിനെ അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഞാൻ പറയുന്ന വാക്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഓർത്താൽ മാത്രം മതിയാവും. രണ്ടാമത്തെ വായനയിൽ 1 കൊരിന്തോസിൽ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ നിന്നും വായിക്കുന്ന ഇങ്ങനെയാണ്, ഒരു വന്ദനമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ വന്ദനം പങ്കുവയ്ക്കുന്നതിനാണ്. യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രീറ്റിംഗ്, ഒരു സല്യൂട്ടേഷൻ ആണ് നമ്മളിവിടെ വായിക്കുന്നത്. സുവിശേഷത്തിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ സ്നാപക യോഹന്നാന്റെ ഈശോയെ കുറിച്ചുള്ള സാക്ഷ്യപ്പെടുത്തലാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. ഇവിടെ ഒറ്റ വരി നമ്മളൊന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് എടുക്കുകയാണ്. ഈ വാക്യം എങ്ങനെയാണ്? ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എച്ചെ ആഞ്ഞൂസ് ദേയി ക്വിത്തോളിസ് പെക്കാത്ത മുന്തി. നമ്മൾ ലാറ്റിൻ കുർബാനയിൽ ദിവ്യകാരനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൈദികൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് എച്ചെ ആഞ്ഞൂസ് ദേയി ക്വിത്തോളിസ് പെക്കാത്ത മുന്തി. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ആഞ്ഞൂസ് ദേയി, ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മൾ ഈ കുഞ്ഞാട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചില വസ്തുക്കൾ, ജീവികളുടെയൊക്കെ ഈശോയുമായിട്ടുള്ള കണക്ഷൻസ് വിശദീകരിക്കുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, നക്ഷത്രം മുതൽ ആകാശം വരെ എന്ന് പറയും. ഇതിന്റെ 22-ാമത്തെ അധ്യായം ഈ ആടിനെ സംബന്ധിക്കുന്നതാണ്. ആട് എന്ന ജീവി ബൈബിളിൽ അത് ഈശോയായിട്ട് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്നൊരു ഭാഗമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതിന്റെ കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു വചന വിചിന്തനത്തിന് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ബൈബിളിൽ പലയിടങ്ങളിൽ ആടുകളെ കാണുന്നുണ്ട്. ആബേൽ അർപ്പിച്ച ബലിയിലെ ആട് തൊട്ട് നമ്മൾ ആടിന്റെ സാന്നിധ്യം ബൈബിളിലുടനീളമുണ്ട്. പക്ഷെ അതിനകത്ത് നിന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള 5 സംഭവങ്ങളാണ്, 5 ആടുകളെയാണ് നമ്മളിന്ന് കാണാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ നമ്മൾ ഓർക്കേണ്ടത്, ഈ നമ്മുടെ പഴയ നിയമത്തിൽ 3 ആടുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 ആടുകളെ കാണാനായിട്ട് സാധിക്കും. 5 ആടുകൾ. പഴയ നിയമത്തിൽ 3 ആടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പഴയ നിയമത്തിൽ 3 ഇടങ്ങളിൽ വരുന്ന ആടിന്റെ സാന്നിധ്യം. ഈ 3 ആട് എന്ന് പറയുമ്പോഴത്തേക്കും പഴയ തേഞ്ഞുപോയൊരു വലുതെന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് മിമിക്രി ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അത് ബോബനും മോളിയും തമാശ എന്നൊക്കെ പറയും കേട്ട് കഴിഞ്ഞാൽ. തമാശ ഇങ്ങനെയാണ്, ഈ ബോബനും മോളിന്റെ കാര്യം പറയും. അവരിങ്ങനെ ജവമാല ചൊല്ലി കഴിഞ്ഞിട്ട് ലിറ്റിനി ചൊല്ലിയും കൂടെ കഴിഞ്ഞാൽ മാത്രമേ കഞ്ഞി തരികയുള്ളൂ നമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലിറ്റിനി ചൊല്ലാൻ വേണ്ടി ആ പ്രാർത്ഥനാ പുസ്തകം എടുത്തു വെച്ചിട്ട് ചെയ്ത പരിപാടിയായിട്ടാണ് പറയുന്നത്. 1-ാം പേജിലെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, 2-ാം പേജിലെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, 3 കുഞ്ഞാടുകളെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ലിറ്റിനി അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് പഴയൊരു തമാശ. അതിനകത്ത് ഈ 3 ആടുകൾ എന്ന് പറയുന്നുണ്ട്. 3 ആടുകൾ, ദൈവത്തിന്റെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ലിറ്റിനിയുടെ അവസാന ഭാഗത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണെങ്കിൽ നമുക്ക് 3 ആടുകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. 1-ാമത്തെ ആട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 7-ഉം 8-ഉം വാക്യം, പിന്നെ 13-ാം വാക്യം. ഇവിടെയാണ് ഈ ആടിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുക. സംഭവം വിശദമായിട്ടത് വായിക്കുന്നില്ല, നമുക്കതൊരു റെഫറൻസിന് പറയുന്നതേ ഉള്ളൂ. നമുക്കത് വേണമെങ്കിൽ എടുത്ത് വായിക്കാം. സംഭവം ഇതാണ്: അബ്രഹാം ഇസഹാക്കിന് ബലി കഴിക്കാൻ പോവുകയാണ്. 7-ഉം 8-ഉം വാക്യങ്ങളിൽ വിറകും തീയും ഒക്കെ എടുത്തിട്ടുണ്ട്. ദഹനബലി ആണ് ഉദ്ദേശിക്കുന്നത്, ദൈവം പറഞ്ഞ അനുസരിച്ച്. അങ്ങനെ മലകയറി പോകുമ്പം ഇസഹാക്ക് അബ്രഹാത്തിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പ വിറകും
തീയും ഒക്കെ ഉണ്ടല്ലോ, ബലിക്കുള്ള കുഞ്ഞാട് എന്ത് ചെയ്യേ? അപ്പോൾ അബ്രഹാം മറുപടി പറയുന്നുണ്ട്, 8-ാമത്തെ വാക്യം, അത് ദൈവം തരും, ദൈവം തരും. എന്നിട്ട് പിന്നെ 13-ാമത്തെ വാക്യത്തും നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാമിനെ തടയുന്ന ദൈവം, ഇസ്ഹാക്കിനെ ബലി കഴിക്കണ്ടെന്ന് പറയുന്ന ദൈവം മുൾപ്പടർപ്പിൽ കൊമ്പ് കുരുങ്ങി കിടക്കുന്ന ഒരു ആടിനെ കാണിച്ചു കൊടുത്ത് അതിനെ ബലി കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ സംഭവം. 13-ാമത്തെ വാക്യം, 22:13. നമ്മൾ ഓർക്കേണ്ടത്, ഈ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന മനോഹരമായ പുസ്തകം ഫുൾട്ടൻ ആയിട്ടുണ്ട്. ഫുൾട്ടൻ ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്, അന്ന് ഇസ്ഹാക്ക് അബ്രഹാത്തിനോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞത് കാലങ്ങൾക്കിപ്പുറം, നൂറ്റാണ്ടുകൾക്കിപ്പുറം സ്നാപക യോഹന്നാനാണ് ആ മറുപടി പറഞ്ഞത്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പിൽ ഈശോയെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഫുൾട്ടൻ ഒരു അവതരണം നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ എന്താണ് പകരക്കാരനായ കുഞ്ഞാട്? കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരു പകരക്കാരനെ കാത്തുവെച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് ഇടപെടുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി പകരക്കാരനെ കാത്തുവെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് വായിക്കുന്നത്. നമ്മളുടെ നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി, നമ്മുടെ നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്കായി ഒരു പകരക്കാരനെ കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് ക്രിസ്തു. അത് സ്നേഹമാണ്. സ്നേഹമാണ് ആ പകരക്കാരനെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു പകരക്കാരൻ ഉണ്ടാകുന്നതിന്റെ കാരണം സ്നേഹം, ദൈവത്തിന് നമ്മളുടെ സ്നേഹമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വേണ്ടി ഒരു പകരക്കാരനെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ ബലി. 1-ാമത്തെ ആട് സ്നേഹമാണ് അവതരിപ്പിക്കുന്നത്. പകരക്കാരനെ വന്നുകൊണ്ട് സ്നേഹം അവതരിപ്പിക്കുക. 2-ാമത്തെ ആടിനെ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. 3, 7, 13 വാക്യങ്ങൾ. 7, 8, 13 വരെ 3, 7, 13 വാക്യങ്ങൾ. ഇവിടെ ഒരു പെസഹ കുഞ്ഞാടിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഉന്നമറ്റ ഒരു കുഞ്ഞാടിനെ നിങ്ങൾ സൂക്ഷിക്കണം, അതിനെ ഈ പെസഹ ദിവസം ബലിയർപ്പിക്കണം, എന്നിട്ട് അതിൻ്റെ മാംസം വേവിച്ച് അത് പെസഹ ആയി ഭക്ഷിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്, 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ രക്തം നിങ്ങളുടെ കട്ടിളപ്പടിയിൽ പുരട്ടണം. അതായത് അത് സംഹാരദൂതൻ അതുവഴി കടന്നു പോകും, പക്ഷേ ഈ കട്ടിളപ്പടിയിൽ രക്തം, കുഞ്ഞാടിന്റെ രക്തം കാണുമ്പോൾ അത് അകത്തേക്ക് പ്രവേശിക്കത്തില്ല. അതായത് അകത്തിരിക്കുന്നവന്റെ യോഗ്യതയല്ല, കട്ടിളപ്പടിയിലെ രക്തം ആരുടേതോ അതിൻ്റെ യോഗ്യതയെ പരിഗണിച്ച് ദൈവം നിന്നെ തിന്മയിൽ നിന്നും അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കാൻ പോകുന്നു. ഇതാണ് ഈ ഭാഗം നൽകുന്ന സൂചന. അകത്തിരിക്കുന്ന ആ വീട്ടിനകത്ത് ആരാണെന്നുള്ളത് ദൈവം പരിഗണിക്കുന്നില്ല. അവൻ പാപിയാണോ, അവനായിട്ടുള്ള കുറ്റങ്ങളുണ്ടോ, കുറവുകളുണ്ടോ, ഇതൊന്നും ദൈവം പരിഗണിക്കുന്നില്ല. അവന്റെ കട്ടിളപ്പടിയിൽ രക്തമുണ്ടോ, കുഞ്ഞാടിന്റെ രക്തമുണ്ടോ, അവനെ ഞാൻ ശിക്ഷിക്കുന്നില്ല. ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെടുന്നു ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്. അപ്പോൾ ആ കുഞ്ഞാടിന്റെ 2-ാമത്തെ ഇടപെടൽ എന്ന് പറയുന്നത് നമ്മളെ ശിക്ഷയിൽ നിന്നും പൊതിഞ്ഞു പിടിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ രക്ഷിക്കുന്നു. ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും, ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്നും നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നു എന്നുള്ളതാണ് 2-ാമത്തെ. അപ്പോൾ അകത്തിരിക്കുന്നവന്റെ യോഗ്യതയല്ല, കട്ടിളപ്പടിയിലെ രക്തം ആരുടെയോ അവന്റെ യോഗ്യതയെ പരിഗണിച്ച് ദൈവം നമ്മളെ ശിക്ഷയിൽ നിന്നും രക്ഷയിലേക്ക് സംരക്ഷിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ 2-ാമത്തെ ആടിൽ നിന്ന് മനസ്സിലാക്കേണ്ട വസ്തുത. അപ്പം 1-ാമത്തത് പകരക്കാരനായി മാറുന്ന ദൈവത്തിന്റെ സ്നേഹം, 2 ആ ശിക്ഷയിൽ നിന്ന് പൊതിഞ്ഞു പിടിക്കുന്നു. 3-ാമത്തെ ആട് ലേവ്യരുടെ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 20, 23 വാക്യങ്ങൾ. ഇവിടെ നമ്മൾ കാണുന്നത് യോം കിപ്പൂർ എന്ന് പറയപ്പെടുന്ന ഒരു തിരുനാളിനെ കുറിച്ചാണ്. ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, പാപപരിഹാരത്തിന്റെ ദിനം. ഒരു വലിയ ഉത്സവമാണ്. എല്ലാ വർഷവും ഇപ്പോഴും യഹൂദർ ആ ഉത്സവം ആഘോഷിക്കുന്നത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് യോം കിപ്പൂർ അല്ലെങ്കിൽ ഡേ ഓഫ് അറ്റോൺമെന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം 2024 അത് സെപ്റ്റംബർ 21, 22 തീയതികളിലായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും അവർ ആഘോഷിക്കുന്നുണ്ട്. അത് പാപപരിഹാരത്തിന്റെ ദിനമാണ്. ഈ പാപപരിഹാരത്തിന്റെ ദിനത്തിൽ അവർ ചെയ്യുന്നൊരു കാര്യം, ഇവര് ഒരു ആടിനെ കൊണ്ടുവന്ന് പുരോഹിതൻ ജനത്തിന് മധ്യേ നിർത്തും. എന്നിട്ട് സകല ജനതകളുടെയും പാപം ഈ ആടിന് മേൽ ആരോപിക്കും, ആടിന് മേൽ വയ്ക്കും. എന്നിട്ട് ഈ ആടിനെ ഒരു പുരോഹിതൻ ഇങ്ങനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് അതിനെ അലയാനായിട്ട് വിടും. അത് മരുഭൂമിയിൽ അലഞ്ഞ് വിശന്ന് മറ്റു ജീവികളാൽ ആക്രമിക്കപ്പെട്ട് ബലിയായി മാറുന്നു. അങ്ങനെ മലമുകളിലേക്ക് കൊണ്ടുപോയി ബലിയായി വിട്ടുകൊടുക്കുന്ന ഒരു ആടിനെ കുറിച്ച് വായിക്കുകയാണ്. എല്ലാവരുടെയും പാവം ശിരസിലേറ്റ് വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരാട്. സഹനദാസനായ മിശിഹ എന്നൊക്കെ
യെശയ്യായും പിന്നീട് ജെറമ്യായിലും ഒക്കെ നമ്മൾ വായിക്കുന്ന ആ ക്രിസ്തുവിന്റെ കൃത്യമായൊരു പ്രതീകം നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ഡേ ഓഫ് അറ്റോൺമെന്റിൽ നടക്കുന്ന സംഭവം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പറയുന്നത് ഇങ്ങനെ അസാലയിൽ എന്ന് പറയപ്പെടുന്നൊരു സാത്താനിലേക്ക് ഈ തിന്മകൾ കുടിയിരിക്കും. നമ്മൾ ഈ ആടിന്റെ പുറത്തു നിന്ന് ഈ തിന്മ മുഴുവൻ അതിലേക്ക് ചേക്കേറും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അത് ഏറ്റുവാങ്ങുമെന്ന് പറയുന്നത്. യസാലേൽ എന്ന് പറയുന്ന തരത്തിൽ ഒരു ഫോളൻ ഏഞ്ചലാണ്. ഈ മാലാഖമാർ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തപ്പോഴത്തേക്ക് വീണുപോയ മാലാഖമാരിൽ ഒരാളാണ് യസാലേൽ. അതിലേക്ക് ഇതെല്ലാം പോകുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അതിന്റെ യഹൂദ പാരമ്പര്യ വിശ്വാസം. പക്ഷെ അതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ബൈബിളിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈശോയുടെ ഒരു മുൻ അവതരണമാണിത്. ഒരു പ്രോട്ടോടൈപ്പായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. ഈശോ ഇങ്ങനെ മരുഭൂമിയിലേക്ക് അല്ലെങ്കിൽ മലമുകളിലേക്ക് കയറിപ്പോയി ബലിയായി മാറും, നമ്മുടെ മൊത്തം പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്. ഇതാണ് നമ്മുടെ പാപപരിഹാരത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിനെ ആട് സൂചിപ്പിക്കുന്നത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളുടെ പകരക്കാരനെ മാറുന്ന കുഞ്ഞാടാണ് ഈശോ, സ്നേഹമാണ്. രണ്ടാമത്തെ കുഞ്ഞാട് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ 12-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് നമ്മളുടെയൊക്കെ പാപങ്ങളും കുറവുകളോ ഒന്നും പരിഗണിക്കാതെ നമ്മളെ ശിക്ഷയിൽ നിന്നും സംരക്ഷിച്ചു രക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ രക്ഷാകരമായ രക്തം കൊണ്ടുള്ള ഇടപെടൽ ആണ് നമ്മൾ രണ്ടാമത്തെ ആടിൽ നിന്ന് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത്. മൂന്നാമത്തേത് നമ്മുടെ പാപങ്ങൾ മുഴുവനും ഏറ്റ് എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ശിരസിനേറ്റ് വാങ്ങി നമുക്ക് വേണ്ടി ബലിയായി മാറുന്ന പാപപരിഹാരത്തിന്റെ ആടാണ് ക്രിസ്തു എന്ന് ഓർമ്മിപ്പിക്കുക. അപ്പം ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ വെളിപാട് പുസ്തകത്തിലാണ്. വെളിപാട് 5:6 പിന്നെ 12 അതിനകത്ത് പറയുന്നത് കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്നതായി കാണുന്ന ഒരു കുഞ്ഞാട് നമ്മൾ ബൈബിളിൽ വായിക്കുകയാണ്, വെളിപാട് പുസ്തകത്തിൽ വായിക്കുക. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാട് മറ്റൊന്നും അല്ലത് റിസറക്റ്റഡ് ക്രൈസ്റ്റ്, ഉയർപ്പിക്കപ്പെട്ട ഈശോ, ഉയർത്തെഴുന്നേറ്റ ഈശോയാണ് കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്നതായ കുഞ്ഞാട്. നമ്മൾ ഈസ്റ്ററിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ്. ഈ കഴുത്തറുക്കപ്പെട്ട് ചോര വാർന്ന് നിൽക്കുന്ന എന്നാൽ എഴുന്നേറ്റ് കൊടിയുമായി നിൽക്കുന്ന ഒരു കുഞ്ഞാട്. നമ്മൾ അതിന്റെ പെയിന്റിങ്ങുകളൊക്കെ പലയിടത്തും പള്ളികളിലും നമ്മുടെ ചോസുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അതിന്റെ ചിത്രങ്ങൾ. ഇതാണ് കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാട്, റിസറക്ഷൻ, ഉദ്ധാനം, പ്രത്യാശയാണത്. ഇതിനകത്തൂടെ നേരത്തെ ഈ പഴയ നിയമത്തിൽ പറഞ്ഞ സ്നേഹം കൊണ്ട് പകരക്കാരനായി മാറുന്നതാണെങ്കിലും ശിക്ഷയിൽ നിന്നും പൊതിഞ്ഞു പിടിക്കുന്നതാണെങ്കിലും നമ്മുടെ പാപപരിഹാരത്തിനായി ബലിയായി മാറുന്ന യേശു ആണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ട് പിന്നെ നമ്മൾക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മളും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈശോ നിൽക്കുന്നു, കൊല്ലപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാട്. ഇതാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന കുഞ്ഞാട്. ഇനി അവസാനമായിട്ട് 5-ാമത്തെ ആടിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. അതായത് വേറൊന്നുമല്ല, നല്ല ഇടയനെ കുറിച്ച് നമ്മളോട് വായിക്കുന്നത്. നല്ല ഇടയൻ പറയാം, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. ഈശോ ഇടയനായി മാറുകയാണ്. അവിടെ ആട് നമ്മളാ സൂചിപ്പിക്കുന്ന. ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം ഈ ആടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം, അത് നിന്റെ ജീവിതത്തിലും ഉണ്ടാവണം. നിന്നോട് ചേർന്ന് നിൽക്കുന്ന നിന്റെ കുടുംബത്തിനും നിന്റെ സമൂഹത്തിനും വേണ്ടി ഈ പറഞ്ഞ ആടിന്റെ ഗുണഗണങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നീയും ഒരു ആടായി മാറണം എന്നാണ് ഇടയനായി മാറിക്കൊണ്ട് ഈശോ ഇത് ഓർപ്പിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ വായിച്ചെടുക്കുന്ന ഇതാ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആടെന്ന് പറയുന്നത് ഈശോയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ ഇടയനാ, നിങ്ങളാടാകാൻ പോകുന്നത്, നിങ്ങളാട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ഗുണങ്ങൾ എന്ന് പറയുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ ഗുണവുമായി മാറേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് കാണാൻ സാധിക്കുക. വളരെ മനോഹരമായിട്ടാണ് ഈ ആട് എന്ന പ്രതീകം നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുക. അന്യുസ് ദീ ക്യുത്തോളിസ് പെക്കാത്ത മുന്തി, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആന്യൂസ് ദേയി, ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി സ്നേഹത്താൽ പകരക്കാരനായി മാറി നമ്മളുടെ ശിക്ഷയിൽ നമ്മളെ പൊതിഞ്ഞു പിടിച്ചു. നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മളുടെ സകലരുടെയും തിന്മ ശിരസിലേറ്റു വാങ്ങി ബലിയായി മാറി. എന്നിട്ട് അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു, ഉയർത്തെഴുന്നേറ്റ കുഞ്ഞാടായി നമുക്ക് പ്രത്യാശയുടെ ശക്തി പകർന്നു തന്നുകൊണ്ട് അവസാനം ഈശോ പറയുകയാണ്, ഇപ്പം ഞാൻ അല്ല ആട്, ഞാൻ ഇടയനാകാൻ പോവുകയാണ്, നീ എനിക്ക് പകരമുള്ള ആടായി മാറേണ്ടിയിരിക്കുന്നു എന്ന്
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈശോ ഈ ആടിൻ്റെ പാഠങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തുവെന്ന കുഞ്ഞാടിൻ്റെ കുഞ്ഞാടുകളായി മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.